സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഷാലു ഹിന്ദി മഞ്ചിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രകാരം വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് ഛായാവാദും ഛായാവാദിൽ പെടുന്ന പ്രമുഖ കവിമാരെയും കുറിച്ചാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഛായാവാദിലെ പ്രമുഖ കവിയായിട്ടുള്ള ജയശങ്കർ പ്രസാദിനെ കുറിച്ചും ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ. ഛായാവാദ് और जयशंकर प्रसाद। हाय दोस्तों, आज की कक्षा शुरू हो जाएंगे हम छायावाद। हिंदी की सेमेटिक स्वच्छंदतावादी काव्यधारा विकसित रूप को छायावाद नाम दिया. ഹിന്ദിയിലെ സെമറ്റിക് സ്വച്ഛന്ദതാവാദി കാവ്യധാരയുടെ വികസിത രൂപത്തെയാണ് ഛായാവാദ് എന്ന പേര് നൽകിയിട്ടുള്ളത്. इसका नेतृत्व करने वाली बंगाली कवि थे. ഇതിന് നേതൃത്വം നൽകിയത് ബംഗാളി കവികളായിരുന്നു. ഛായാവാदी कवियों ने प्राचीन अलंकारों के अलावा अंग्रेजी के 2 अलंकारों का प्रयोग भी किया है. ഛായാവാദിയിലെ കവിമാര് പ്രാചീന അലങ്കാരങ്ങളെ കൂടാതെ ഇംഗ്ലീഷിലെ 2 അലങ്കാരങ്ങൾ കൂടി പ്രയോഗിക്കുകയുണ്ടായി. മാനവീകരൺ തഥാ വിശേഷ വിപരീത്. മാനവീകരണവും വിശേഷ വിപരീതമായ രീതിയിലും. രാഷ്ട്രീയ जागरण की काव्यात्मक अभिव्यक्ति है जो एक और पुरानी रूढ़ियों से मुक्ति चाहता था और दूसरी और विदेशी पराधीनता से. രാഷ്ട്രീയ ഉണർവിൻ്റെ കാവ്യാത്മക അഭിവ്യക്തി എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് പുരാതന അനാചാരങ്ങളിൽ നിന്നും മുക്തിയും മറുവശത്ത് വിദേശികളുടെ പരാധീനതയുമായിരുന്നു. ഛായാവാദുമേ പ്രമുഖ 4 കവി ഹെ. ഛായാവാദിൽ 4 കവിമാരാണുള്ളത്. ജയശങ്കർ പ്രസാദ്, സുമിത്രാനന്ദ് പന്ത്, സൂര്യകാന്തി ത്രിപാഠി നിരാല, മഹാദേവി വർമ്മ. നമ്മുടെ സിലബസ് പ്രകാരം ജയശങ്കർ പ്രസാദിൻ്റെ അംശു, സുമിത്രാനന്ദ് പന്ത് ജി കെ പ്രഥം രശ്മി, सूर्यकांत त्रिपाठी निराला जी के जूही की कली, മഹാദേവി വർമ്മ के മേരെ ദീപക് ഇവയാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഛായാവാദിലെ പെഹ്ല കവി ജയശങ്കർ പ്രസാദ്. പ്രസാദ് ജി പ്രമുഖ രൂപ സെ കവി और നാടകക്കാർ भी है. പ്രസാദ് ജി നല്ലൊരു കവിയും നാടകക്കാരൻ കൂടിയാണ്. ജന്മ सन 1946 में കാശി കെ ഏക് സമ്പന്ന പരിവാർ മേ ഹുവ. ജന്മം കൊല്ലവർഷം 1947 കാശിയിലെ സമ്പന്ന കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. വി ബഹുമുഖി സമ്പന്ന സാഹിത്യകാർ ഥേ. അദ്ദേഹം നല്ലൊരു സാഹിത്യകാരൻ കൂടി ആയിരുന്നു. उन्होंने നാടക, ഉപന്യാസ്, കഹാനി, കാവ്യ, നിബന്ധ് ലിഖേ ഹെ. അദ്ദേഹം നാടകങ്ങൾ, നോവലുകൾ, കഥകൾ, കാവ്യങ്ങൾ, നിബന്ധുകൾ എല്ലാം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഛായാവാദ് കെ പ്രമുഖ കവി ഹെ. ഛായാവാദിലെ പ്രമുഖ കവിയായിരുന്നു അദ്ദേഹം. ഉൻകെ മഷൂർ രചന ഹെ കാമായനി. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ രചനയാകുന്നു കാമായനി. प्रसाद जी को आधुनिक युग का सर्वश्रेष्ठ कवि और महाकवि घोषित करने का आधार है കാമായനി. പ്രസാദ് ജിയെ ആധുനിക യുഗത്തിലെ സർവശ്രേഷ്ഠ കവി അതുപോലെ തന്നെ മഹാകവി എന്ന പേരിലൊക്കെ വിളംബരം ചെയ്യാനുള്ള അടിസ്ഥാനമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് കാരണമാക്കിയിട്ടുള്ള കൃതിയാകുന്നു കാമായനി. പ്രസാദ് ജി की ശൈലി വിചാരാത്മക, ഗംഭീർ ഔർ ഉദാത്ത് ഹെ. പ്രസാദ് ജിയുടെ രചനാശൈലി എന്ന് പറയുന്നത് ചിന്താത്മകവും ഗാംഭീര്യവും ഉദാത്തവുമാണ്. പ്രകൃതി ചിത്രൻ പ്രസാദ് ജി കെ കാവ്യയ്ക്ക് മുഖ്യ വിശേഷത. പിന്നീട് അദ്ദേഹത്തിൻ്റെ രചനയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രകൃതി വർണ്ണനയാകുന്നു. ഗദ്യരചന മേ ഉന്നോനെ ഘടി ബോലി കോ സ്വീകാർ കിയ. പദ്യ മേ ഘടി ബോലി ഔർ ശുദ്ധ വ്രജഭാഷ ഭി. ഗദ്യരചനയിൽ അദ്ദേഹം ഘടിബോലി സ്വീകരിച്ചപ്പോൾ പദ്യത്തിൽ ഘടിബോലിയുടെ കൂടെ തന്നെ ശുദ്ധ വ്രജഭാഷ കൂടി പ്രയോഗിച്ചു. ഉന്നോനെ കൈ രചനായെ ലിഖേ ഹെ. അദ്ദേഹം ഒത്തിരി രചനകൾ എഴുതിയിട്ടുണ്ട്. ജി की प्रमुख रचना है अंशु.
നോട്ട് ചെയ്യുക, ഇതാണ് നമ്മുടെ സിലബസിലെ മെയിൻ ഭാഗം എന്ന് പറയുന്നത്. പ്രസാദ്ജിയുടെ മറ്റൊരു പ്രമുഖ രചനയാകുന്നു അംസു. പ്രേം പതിക് ചന്ദോ മേ ലിഖ ഏക് ഛോട്ടാ സാ ഖണ്ഡകാവ്യ ഹെ. പ്രേം പതിക് എന്ന മറ്റൊരു കൃതി അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള കൃതിയാകുന്നു. ഇത് അദ്ദേഹം ചന്ദിൽ എഴുതപ്പെട്ടിട്ടുള്ള ചെറിയൊരു ഖണ്ഡകാവ്യമാകുന്നു. ഗ്രാം ഉൻകി പെഹ്ലി കഹാനി ഹെ. ഗ്രാം എന്ന് പറയുന്ന മറ്റൊരു കഥ കൂടി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഥയായിട്ടാണ് പറയപ്പെടുന്നത്. കാനന കുസും ദൂസരേ കവിതാ സംഗ്രഹേ. കാനന കുസുമം എന്ന് പറയുന്നത് മറ്റൊരു കവിതാ സംഗ്രഹമാകുന്നു. ഇസ്മേ പ്രേം പ്രകൃതി സൗന്ദര്യ ആദി ഹേ വിഷയ്. ഇതിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത് സ്നേഹവും പ്രകൃതിയും സൗന്ദര്യവും മാത്രമായിട്ടാണ് ഇതിൽ വർണ്ണിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ പ്രധാന രചനകളും അവ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളതൊക്കെ വേർതിരിച്ച് ഞാൻ നൽകിയിട്ടുണ്ട്. നന്നായി വായിച്ചു നോക്കുക. കൂടെ തന്നെ 2 വരികളും. ഇനി ഛായാവാദും ഛായാവാദിലെ പ്രമുഖ കവിയായിട്ടുള്ള ജയശങ്കർ പ്രസാദിനോടും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് കൊടുത്തിട്ടുള്ളത്. പെഹല ക്വസ്റ്റ്യൻ, ജയശങ്കർ പ്രസാദ് കെ പുരസ്കാർ നാമക് കഹാനി കെ നായിക കോൻ ഹെ. അതായത് പുരസ്കാർ എന്ന കഥയിലെ നായിക ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മധുലിഖ. കരുണകളിത് ഹൃദയമേ വിരഹ് രാഗിണി ഭജിത്തി എന്ന് തുടങ്ങുന്ന ഈ വരികൾ പ്രസാദ്ജിയുടെ പ്രശസ്തമായ വരികളാണ്. ഇത് ആവർത്തിച്ച് ഇങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നുണ്ട്. നന്നായി ഒന്ന് ശ്രദ്ധിക്കുക. അംസു, ഇത് അംസു എന്നുള്ള കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. പ്രസാദ്ജി കെ വിരഹ കാവ്യ കോൻസാ ഹെ. പ്രസാദ്ജിയുടെ വിരഹ കാവ്യം ഏതാണ്? അംസു. കാമായനി മഹാകാവ്യമേ കിത്ന സർഗ് ഹെ. കാമായനി എന്ന മഹാകാവ്യത്തിൽ എത്ര സർഗങ്ങളാണുള്ളത്? 15. പ്രസാദ്ജിക്ക് ധ്രുവസ്വാമിനി കിസ് വിധാമേ ആത്താ ഹെ. പ്രസാദ്ജിയുടെ വളരെ പ്രശസ്തമായ മറ്റൊരു കൃതിയാണ് ധ്രുവസ്വാമിനി. ഇത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നാടകം. നാരി ജാഗരൺ സ്പഷ്ട കർണേ വാലി പ്രസാദ്ജി കി രചന കോൻസി ഹെ. നാരി ജാഗരൺ വ്യക്തമാക്കുന്ന പ്രസാദ്ജിയുടെ രചന ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതും നമ്മുടെ ധ്രുവസ്വാമിനിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ പ്രത്യേകം അണ്ടർലൈൻ ചെയ്തു വെക്കുക. ഛായാവാദ് കി മാനിഫെസ്റ്റോ നാം സെ വിഖ്യാത് രചന കോൻസാ ഹെ. അതായത് ഛായാവാദിലെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന പ്രസിദ്ധ രചന ഏതാണ് എന്ന് പ്രത്യേകം ചോദിക്കാറുണ്ട്. അതും നമ്മുടെ അദ്ദേഹത്തിൻ്റെ മഹാകാവ്യമായിട്ടുള്ള കാമായനിയാണ്. കുറേ ആളുകൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യം ഫുൾ വീഡിയോ എവിടെ, അതുപോലെ തന്നെ ഓരോ പാർട്ടായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ. അതിനുശേഷം നിങ്ങൾ കമൻറ്റ്സ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. മാക്സിമം നിങ്ങളിലേക്ക് എക്സാമിൻ്റെ മുന്നേ നമ്മുടെ ഹിന്ദി ഭാഗങ്ങൾ കവർ ചെയ്ത് ഇടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോ ഇടുന്നത്. നിങ്ങൾ ഓരോരുത്തരും അയക്കുന്ന മെസ്സേജുകൾ എനിക്ക് അത്രയും വാല്യുബിൾ ആയിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻസിന് അനുസരിച്ചിട്ടുള്ള വീഡിയോസ് നൽകണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കും. അപ്പം നിങ്ങളും നന്നായിട്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണൂ, നന്നായിട്ട് പഠിക്കൂ. നമുക്ക് ഒരുമിച്ച് വിജയം നേടിയെടുക്കാൻ ശ്രമിക്കാം. ഓൾ ദി ബെസ്റ്റ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അതിനു മുന്നേ ഇനിയും ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തി നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. അപ്പോൾ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. കൂടെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നല്ലൊരു വിജയം നേടിയെടുക്കാൻ ഷാലു മഞ്ച് എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ശാലിനി സുജിത്. See you.